सबको मेरा नमस्कार. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹസാരി പ്രസാദ് ദ്വിവേദി ജി എഴുതിയിട്ടുള്ള നാഖൂൻ ക്യോം ബഡ്തേ ഹേ എന്ന് പറയുന്ന ലളിത് നിബന്ധമാണ്. ഓൾറെഡി നമ്മൾ 2 പാർട്ടുകൾ നോക്കി കഴിഞ്ഞു. അപ്പോൾ നാഖൂൻ ക്യോം ബഡ്തേ ഹേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതിലൂടെ ഹസാരി പ്രസാദ് ദ്വിവേദി ജി നമുക്ക് മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഇട്ട് തരുന്നുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ പല ഹിസ്റ്ററിയും, അത് മനുഷ്യൻ്റെ ഹിസ്റ്ററിയും നമ്മുടെ കൾച്ചറും എല്ലാം കൂടെ കണക്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു. അപ്പോൾ നാഖൂൻ ക്യോം ബഡ്തേ ഹേ എന്ന് ചോദിച്ചാൽ ഏ ഹമാരി പശുത കെ അവശേഷേ അല്ലെങ്കിൽ ഹമാരി പശുത കി നിഷാനി ഹേ എന്ന് പറയാം അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി, 2 പാർട്ട് നോക്കി. ഇനി അടുത്തത് ഭാരതീയ ഭാഷാവോ മേ പ്രായ ഹി അംഗ്രേസി കെ, അവിടെ മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. भारतीय भाषाओं में प्रायः ही अंग्रेजी के इंडिपेंडेंस शब्द का समानार्थक शब्द नहीं व्यवहृत होता. 15 अगस्त को जब अंग्रेज़ी भाषा के पत्र इंडिपेंडेंस की घोषणा कर रहे थे, देशी भाषा के पत्र स्वाधीनता दिवस की चर्चा कर रहे थे. അപ്പോൾ ഇദ്ദേഹം പറയാണ്, നമ്മുടെ ഭാരതീയ ഭാഷകളിൽ ഒരു ചെറിയ പോരായ്മ എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ നമുക്ക് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മൾ ഇൻഡിപെൻഡൻസ് എന്നുള്ളൊരു വേർഡിന് ഇംഗ്ലീഷുകാർ ഇൻഡിപെൻഡൻസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തപ്പോൾ നമ്മൾ ഭാരതത്തിലുള്ള ആൾക്കാർ സ്വാധീനത എന്നൊരു വേർഡാണ് യൂസ് ചെയ്തത്. ഓക്കെ, ഇൻഡിപെൻഡൻസിന് സമാനാർത്ഥക് ശബ്ദ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇൻഡിപെൻഡൻസ് എന്ന് അംഗ്രേസി പത്രങ്ങളിൽ യൂസ് ചെയ്ത സമയത്ത് നമ്മുടെ ദേശീയ ഭാഷാ പത്രത്തിൽ സ്വാധീനതാ ദിവസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻഡിപെൻഡൻസ് കാ അർത്ഥ ഹേ അധീനത യാ കിസി കി അധീനത കാ അഭാവ്. ഇൻഡിപെൻഡൻസ് എന്നൊരു ഇംഗ്ലീഷ് വേർഡിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, അധീനത യാ കിസി കി അധീനത കാ അഭാവ്. അധീനത എന്ന് വെച്ചാൽ എന്താണ്? ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇരിക്കുക. കിസിക്ക് അധീനത കാ അഭാവ്, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇരിക്കുന്ന അവസ്ഥേനെയാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അതിനെ ഇൻഡിപെൻഡൻസിൻ്റെ ഹിന്ദി വേർഡായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? സ്വാധീനത. പക്ഷേ ആ സ്വാധീനത ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ്? അപ്നേ ഹി അധീൻ രഹന. സ്വാധീനത എന്ന് വെച്ചാൽ സ്വന്തം അധീനതയിൽ നിൽക്കുന്നത്. അപ്നേ ഹി അധീൻ രഹന, അവനവനിൽ ഡിപ്പെൻഡ് ആവുക. അപ്നേ ഹി അധീൻ രഹന, അവർ എന്താണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്താണ്? അപ്നേ ഹി അധീൻ രഹന, തൻ്റെ അധീനതയിൽ നിൽക്കുന്നതിനെയാണ് സ്വാധീനത എന്ന് പറയുന്നത്. അംഗ്രേസി മീ കഹന ഹോ തോ സെൽഫ് ഡിപ്പെൻഡൻസ് കൈ സക്താ ഹൈ. ഈ ഇപ്പോൾ ഇൻഡിപെൻഡൻസ് എന്നുള്ളൊരു വേർഡിനെ നമ്മൾ ഈ ഭാരതത്തിലെ ആൾക്കാർ ഇൻഡിപെൻഡൻസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത് സ്വാധീനത എന്നാണ്. ഇൻഡിപെൻഡൻസിൻ്റെ മീനിങ് എന്താ? ആരുടെയും കിസിക്ക് അധീനത കാ അഭാവ്, അധീനത, ആരിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുക. പക്ഷെ നമ്മൾ അതിൻ്റെ പര്യായമായിട്ട് യൂസ് ചെയ്യുന്ന സ്വാധീനതൻ്റെ മീനിങ് എന്താണ്? അപ്നേ ഹി അധീൻ രഹന, എന്താ പറയുക, അവരവരുടെ ഡിപ്പെൻഡൻസിയിൽ നിൽക്കുന്നതാണ് സ്വാധീനത. അപ്പം അതങ്ങനെ കറക്റ്റ് മീനിങ് ആവില്ലല്ലോ. ഇംഗ്ലീഷിൽ ഈ അപ്നേ ഹി അധീൻ രഹന, അവരവരുടെ അധീനതയിൽ നിൽക്കുക എന്നുള്ളതിൻ്റെ മീനിങ് സെൽഫ് ഡിപ്പെൻഡൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹസാരി പ്രസാദ് ദ്വിവേദി ജി പറയാണ്, ഇൻഡിപെൻഡൻസ് എന്ന വേർഡിന് നമുക്ക് കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള വേർഡ് ഇല്ല എന്ന്. मैं कभी कभी सोचता हूँ कि इतने दिनों तक अंग्रेज़ी की अनुवर्तिता करने के बाद भी भारतवर्ष इंडिपेंडेंस को अधीनता क्यों नहीं कर सका. അതായത് അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്, എത്രയോ ദിവസങ്ങൾ നമ്മൾ ഇംഗ്ലീഷുകാരുടെ അടിമയായിട്ടില്ലെങ്കിൽ അവരെ ഫോളോ ചെയ്ത് ജീവിച്ച നമ്മൾ
ഇപ്പോഴും ഇൻഡിപെൻഡൻസ് എന്നുള്ളൊരു വേർഡിന് അധീനത എന്നുള്ള ഒരു അധീനത എന്ന ആ ഒരു മീനിങ് എന്താണ് കൊണ്ടുവരാത്തത്, നമ്മൾ എന്തിനാണ് അവിടെ സ്വാധീനത എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം ആലോചിക്കാറുണ്ട് എന്ന് പറയാണ്. ഉസ്നെ അപ്നി ആസാദി കെ ജിത്തനെ ഭി നാമകരൺ കിയെ, സ്വതന്ത്രത, സ്വരാജ്യ, സ്വാധീനത, ഉൻ സബ് മേ സൗ കാ ബന്ധൻ ആവശ്യക. നമ്മൾ ആസാദി സ്വാതന്ത്ര്യം എന്നുള്ള വേർഡിന് എത്രയോ സമാനാർത്ഥങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണത്? സ്വതന്ത്രത, സ്വരാജ്യ, സ്വാധീനത. അതിലൊക്കെ പക്ഷെ നമുക്കൊരു എന്താ പറയുക, സൗഖ ബന്ധൻ ആവശ്യക, നമ്മളുടെ തന്നെ ഒരു ബന്ധനം, ഞാൻ എന്നൊരു ഇതിൽ ലോകത്തിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോവുന്ന ഒരു തരം ഭാഷയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാറ്റിലും എന്താണ് അവരവരുടേതായിട്ടുള്ളൊരു ബന്ധനം, നമ്മൾ എന്ത് ചെയ്താലും നമ്മുടേതായിട്ടുള്ളൊരു കൺട്രോള് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ സ്വാധീനത, സ്വതന്ത്രത എല്ലാറ്റിലും യൂസ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയാണ്. एक क्या संयोग की बात है या हमारी समुची परंपरा ही अनजान में हमारी ഭാഷ के द्वारा പ്രകട ഹോത്തി രഹി ഹേ. ഇത് ശരിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? പക്ഷെ നമ്മുടെ മുഴുവൻ പരമ്പരയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പരമ്പര ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സ്വയം നമ്മളെ കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണോ? ഈ ഭാഷയിലൂടെ ആണെങ്കിൽ നമ്മളതാണോ ചെയ്യുന്നത്? നമ്മുടെ പരമ്പര തന്നെയാണോ പ്രകടമാക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. मुझे प्राणी विज्ञानी की बात फिर याद आती है, सहजात वृत्ति अनजानी स्मृतियों का ही नाम है. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, എന്താ പറയുക, സയൻറ്റിസ്റ്റുകൾ പറയാറുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ശരീരത്തിലും മനസ്സിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഈ പുതിയ പല്ല് വരുന്നത്, കൊഴിഞ്ഞ മുടി വീണ്ടും വരുന്നത്, സ്കിന്നിൽ പ്രശ്നങ്ങൾ വന്നാൽ പല്ല് പറയുന്നതും അതുപോലെ തന്നെ നഖം ഇതാവുന്നത്, മുടി വളരുന്നത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പാരമ്പര്യം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ സ്വാധീനത, സ്വതന്ത്ര എന്നുള്ള എല്ലാം നമ്മളിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളായിട്ട് പറയുന്നത് എന്നാണ് ഹസാരി പ്രസാദ് ദ്വിവേദി പറയുന്നത്. स्वराज्य होने के बाद स्वभावतः कि हमारे नेता और विचारशील नागरिक सोचने लगे हैं कि इस देश को सच्चे अर्थ में सुखी कैसे बनाया जाए. हमारे देश के लोग पहली बार ये सब सोचने लगे कि ऐसी बात नहीं है. हमारा इतिहास बहुत അപ്പോൾ പറയാണ്, സ്വരാജ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ വിവരവും വിദ്യാഭ്യാസവും ചിന്താശേഷിയും ഒക്കെ ഉള്ള നേതാക്കന്മാർ ഭയങ്കരമായിട്ട് ആലോചിക്കാൻ തുടങ്ങി. നമ്മുടെ ഈ ഒരു ദേശത്തിന് എങ്ങനെയാണ് അർത്ഥത്തിൽ സത്യമായിട്ട് സുഖം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ശരിക്കുള്ള സ്വാതന്ത്ര്യം എന്താണെന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്നൊക്കെ നമ്മുടെ നേതാക്കന്മാർ ആലോചിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ പറയാനുള്ളത്, നമ്മുടെ हमारा इतिहास बहुत पुराना है. हमारे शास्त्रों में इस समस्या को नाना भावों और नाना पहलुओं से विचारा गया है. അപ്പോൾ അങ്ങനെ ആലോചിച്ച് ഭയങ്കരമായിട്ട് തലപുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതൊക്കെ ശരിക്കും നമ്മുടെ ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട് കറക്റ്റായിട്ട്. ഇന്ത്യക്കാർക്ക് നല്ല മഹത്തായിട്ടുള്ളൊരു ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. അപ്പോൾ ഹമാര ഇതിഹാസ് ബഹുത് പുരാനാ ഹൈ, നമ്മുടെ ഇതിഹാസ് വളരെ പഴയതാണ്. എന്നാലും കൂടെ हमारे शास्त्रों में इस समस्या को नानो भावों और नानो पहलुओं से विचारा गया है. നമ്മുടെ ശാസ്ത്രത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരവും നമ്മുടെ ഇതിഹാസത്തിൽ തന്നെ ഉണ്ട്. हम कोई नौसिखुए नहीं है जो रातों रात अनजान जंगल में पहुंचाकर आरक्षित छोड़ दिए गए हो. അതായത് അദ്ദേഹം പറയാണ്, ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ 100 കൊല്ലം ഭരിച്ചിട്ട് പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയൊന്നുമില്ല. കാരണം നമുക്ക് മഹത്തായിട്ടുള്ളൊരു പാരമ്പര്യമുണ്ട്. നമ്മളെങ്ങനെ ജീവിക്കണം, എങ്ങനെ ഹാപ്പി ആവണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കൾച്ചറും ഉണ്ട്. നമ്മൾ എന്താണ് നൗസിഖുയി എന്ന് വെച്ചാൽ ആദ്യമായിട്ട് പുതിയൊരു സിറ്റുവേഷനിലേക്ക് വരുന്ന ആൾ, ഒരു പുതിയ ജോലിയിലൊക്കെ
പ്രവേശിക്കുന്ന ആൾ, അവരെ പെട്ടെന്ന് അവർക്കുണ്ടാവുന്ന ആദ്യത്തെ ഒരു വെപ്രാളം, ഇല്ലെങ്കിൽ കാട്ടിലൊരാളെ രാത്രി ഒറ്റയ്ക്ക് അയച്ചാൽ അവരെന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയൊന്നും ആയിരിക്കില്ല നമുക്ക്. 100 കൊല്ലം ബ്രിട്ടീഷുകാർ ഭരിച്ച് പെട്ടെന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു വേവലാതി ഉണ്ടെങ്കിലും നമ്മുടെ എന്താണ് ഹിസ്റ്ററി അത്രയും വലുതായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ല. ഹമാരി പരമ്പര മഹിമാമയി, ഉത്തരാധികാർ വിപുൽ ഔർ സംസ്കാർ ഉജ്ജ്വൽ ഹേ. നമ്മുടെ അധികാരവും പരമ്പരയും അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറും എല്ലാം അതിഗംഭീരമായിട്ടുള്ളതാണ്. हमारे अनजान में भी ये बातें हमें एक खास दिशा में सोचने की प्रेरणा देती है. ഈ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ പാരമ്പര്യം ഒരു ഖാസ് ദിശ, ഒരു പ്രത്യേക ആംഗിളിലാണ് നമ്മൾ ചിന്തിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നത്. ये ज़रूर है कि परिस्थितियाँ बदल गई है, उपकरण नए हो गए हैं और उलझाने की मात्रा भी बहुत बढ़ गई है, पर मूल समस्याएं बहुत अधिक नहीं बदली है. അതായത് കാലം മാറി, അതുപോലെ തന്നെ നമ്മുടെ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ഉപകരണങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ, എല്ലാ സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പ്രശ്നങ്ങൾ എപ്പോഴും അതേ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഭാരത് ചിത് ജോ ആജ് ബി അധീനത കെ രൂപ മേ ന സോച്ചുക സ്വാധീനത കെ രൂപ മേ സോച്ചുതാ ഹേ. അതാണ്, പ്രശ്നങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഭാരതത്തിലുള്ള ആൾക്കാരുടെ മനസ്സിൽ ഇന്നും അധീനത, എന്താ പറയുക, ഇൻഡിപെൻഡൻസ് എന്നുള്ള ആ ഒരു വേർഡിന് അധീനത എന്ന് യൂസ് ചെയ്യാതെ സ്വാധീനത തന്നെ അവർ യൂസ് ചെയ്യുന്നത്. വ ഹമാരെ ദീർഘകാലീൻ സംസ്കാരവും കാ ഫൽ ഹേ. അത് നമ്മൾ കാലങ്ങളായിട്ട് ജീവിച്ച് വന്ന, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടുള്ള കൾച്ചറിൻ്റെ ഫലമാണ്. വ സോ കോ ബന്ധൻ കോ ആസാനി സെ നഹി ചോട് സക്ത. നമുക്കെന്താണ് സോ എന്ന് പറയുന്ന ആ ഒരു ബന്ധനത്തെ എളുപ്പത്തിലൊന്നും മുറിച്ചു മാറ്റാൻ പറ്റില്ല. ഇതൊക്കെ ഹരിപ്രസാദ് ദ്വിവേദി ജി പറയാണ് കേട്ടോ. अपने आप पर अपने आप के द्वारा लगाए हुआ बंधन हमारी संस्कृति की बड़ी भारी विशेषता है. നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു ബന്ധൻ, ഒരു ബാരിയർ, അതെന്താണ് നമ്മുടെ സംസ്കൃതിൻ്റെ വലിയൊരു വിശേഷതയാണ്. നമ്മൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ എന്താ പറയുക കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സംസ്കൃതിൻ്റെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. मैं ऐसा तो नहीं मानता है कि जो कुछ हमारा पुराने है, जो कुछ हमारा विशेष है, इसमें हम चिपड़े ही रहे. പിന്നെ അദ്ദേഹം പറയാണ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, നമുക്ക് മഹത്തായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്, നമുക്ക് മഹത്തായിട്ടുള്ളൊരു സംസ്കൃതി ഉണ്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങളെല്ലാവരും അതിൽ തന്നെ, അതൊക്കെ എന്താണ് നല്ലതാണെങ്കിലും കൂടെ നമ്മുടെ വിശേഷപ്പെട്ട നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടെ അതിലെല്ലാം നിങ്ങൾ ഒട്ടിപ്പിടിച്ചിരിക്കണം എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അതിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് എന്നല്ല പറയുന്നത്. ചിപ്പിടെ ഹി രഹേ എന്ന് വെച്ചാൽ ഒട്ടിയിരിക്കുക, അതിനെ തന്നെ ഒട്ടിയിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പുരാനെ കാ മോഹ് സബ് സമയ വാഞ്ഛനീയ ഹി നഹി ഹോത്ത. കഴിഞ്ഞ കാലത്തെ മോഹ് അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് സബ് സമയ വാഞ്ഛനീയ ഹി നഹി ഹോത്ത. ചിലപ്പോൾ സമയത്തിനനുസരിച്ചിട്ട് അത് പോസിബിളായിട്ട് വരില്ല, അല്ലേ? നമ്മൾ കാലം മാറുന്നതിൻ്റെ ഒപ്പം കോലം മാറുക എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് പഴയ സ്വന്തമായിട്ടുള്ളൊരു കൾച്ചറൊക്കെ ഉണ്ടെങ്കിൽ കൂടെ അതൊന്നും അത് മാറ്റേണ്ടത് മാറ്റി തന്നെ വേണം, അത് കാലത്തിൻ്റെ ആവശ്യമാണ്. मेरे बच्चे को गोद में दबाए रखने वाली बंदरिया मनुष्य का आदर्श नहीं बन सकती. ഇത് കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണം, അല്ലാതെ നമുക്ക് നമ്മുടെ സംസ്കാരവും കമ്മിറ്റ്മെൻറ്റും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ എങ്ങനെയാവും? മരേ ബച്ചേക്കോ, മരിച്ച കുട്ടീനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നടക്കുന്ന ബന്ദരിയ, കുരങ്ങി, അമ്മ കുരങ്ങ്,
അതിനെ പോലെ ആയിപ്പോവും എന്ന് പറയാണ്. മനുഷ്യ കാദശ് നഹി ബൻ സക്തി. മരിച്ച കുട്ടീനെ കളയാതെ അതിൻ്റെ അടുത്ത് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിച്ചാൽ ശരിയാവുമോ? ഇല്ല. അപ്പം എല്ലാ സാധനങ്ങളും എല്ലാ കാലത്തും പോസിബിൾ അല്ല. परंतु मैं ऐसा भी नहीं सोच सकता हूँ कि हम नई अनुसंधित्सा के नशों में चुर होकर अपना സർബസ് ഗോത് हो. അതുപോലെ ഈ പണ്ടത്തെ കാര്യങ്ങളൊക്കെ മാറ്റണം എന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പോൾ ആവശ്യമില്ലാത്ത മാറ്റുക. അതുപോലെ തന്നെ എന്താണ് പുതിയ രീതികൾ ഇങ്ങനെയും നമുക്ക് ചിന്തിക്കാം. ഹം നെയ് അനുസന്ധിത്സ പുതിയ രീതികൾ മുഴുവനായിട്ട് ഒരു ലഹരി പോലെ അത് മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പഴയ കൾച്ചർ മുഴുവൻ സർബസ് ഗോതെ എല്ലാത്തിനെയും നശിപ്പിക്കാം അല്ലെങ്കിൽ എല്ലാത്തിനെയും ഉപേക്ഷിക്കാമെന്നല്ല പറയുന്നത് പഴയ കാര്യങ്ങൾ നമുക്ക് വേണ്ടത് എടുക്കാം, അല്ലാത്തത് കളയാം. പുതിയ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. എല്ലാം ഉപേക്ഷിച്ച് പുതിയ കാര്യങ്ങൾ സ്വീകരിക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. कालिदास ने कहा था कि सब पुराने अच्छे नहीं होते, सब नए खराब ही नहीं होते. കാളിദാസ് മഹാകവിയായിട്ടുള്ള കാളിദാസ് പറഞ്ഞിട്ടുണ്ട്, സബ് പുരാനെ അച്ഛേ നെഹി ഹോത്തെ. പഴയ കാര്യങ്ങൾ മുഴുവനും ചിലപ്പോൾ നല്ലതാവണമെന്നില്ല. സബ് നെയ് ഖറാബ് ഹി നെഹി ഹോത്തെ. മുഴുവൻ പുതിയ കാര്യങ്ങളും എന്താ പറയുക മോശപ്പെട്ടതും അല്ല കേട്ടോ. भले लोग दोनों ही जांच कर लेते हैं, जो हितकर होता है उसे ग्रहण करते हैं और मूड लोग दूसरे के इशारे पर भटकते रहे हैं. നല്ല ആൾക്കാർ എന്താണ് ഈ രണ്ടെണ്ണത്തിനെ സ്വീകരിച്ചുകൊണ്ട് അതിൽ നല്ലത് ഉൾക്കൊള്ളും, വേണ്ടാത്തത് ഒഴിവാക്കും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട്. പക്ഷെ മൂഢലോകം എങ്ങനെയാണ്? ദൂസറോക്ക് ഇഷാരവും പർ ഭടക്കത്തെ രഹത്തെ ഹേ. മറ്റുള്ളവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ കൾച്ചറിലൊന്നും വിശ്വാസമില്ലാതെ മറ്റുള്ളവർ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് പോവും എന്നാണ് ഹസാരി പ്രസാദ് ദ്വിവേദി ജി പറയുന്നത്. सो हमें परीक्षा करके हितकर बात सोचने लेनी होंगी और अगर हमारे पूर्व संचित भंडार में वह हितकर वस्तु निकल आई तो इससे बढ़कर और क्या हो सकता है. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നല്ല കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മുടെ പൂർവ്വസഞ്ചിത് ഭണ്ഡാർമേ നമ്മുടെ ഇതിഹാസം ആവുന്ന ഭണ്ഡാരത്തിൽ ഉള്ള നല്ല കാര്യങ്ങളൊക്കെ പുറത്തെടുത്തുകൊണ്ട് ജീവിക്കുക. ഇതിനേക്കാളും വലുത് നമുക്ക് എന്താണ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹസാരി ദ്വിവേദി ജി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും, അതായത് പഴയതിനെ ഉപേക്ഷിക്കാം, പുതിയത് നമുക്ക് സ്വീകരിക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഇന്ത്യൻ കൾച്ചർ തന്നെയാണ് വലുത് എന്നുള്ള രീതിയിലാണ് ഇത് അവസാനിപ്പിക്കുന്നത്. നമുക്ക് ഇത്രയും വലിയൊരു കൾച്ചർ ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് വേറെ പുതിയ കാര്യങ്ങൾ എന്തിനാണ് എന്നുള്ള രീതിയിലാണ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെയല്ല, നമുക്ക് എന്താണോ നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു പാർട്ടോട് കൂടി ഈ ചാപ്റ്റർ കഴിയും. അപ്പോൾ താങ്ക് യു.